ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എങ്ങനെയാണ് സിമ്പിളായിട്ട് സ്ലിറ്റ്, അതായത് ചുരിദാറിൻ്റെ സ്ലിറ്റ് അടിക്കുക എന്നുള്ളതാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ രണ്ട് സൈഡും ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കുക. പിന്നെ സ്ലിറ്റ് അടിക്കാൻ വേണ്ടി നമ്മൾ കെട്ടിട്ട് വെച്ചിട്ടുണ്ടാവുമല്ലോ, അവിടെ സൂചി ഒന്ന് കുത്തി നിർത്തിയിട്ട് നല്ല ലോങ് സ്റ്റിച്ച് ഇടാം കേട്ടോ. 5 തന്നെ വെക്കാൻ നോക്കുക. എന്നിട്ട് നമ്മൾ സ്ലിറ്റ് തുന്നാൻ വേണ്ടിയിട്ട് തയ്യൽ തുമ്പ് വിട്ടുണ്ടാവുമല്ലോ, 1 ഇഞ്ചോ അല്ല 1.25 അല്ല വിടുക. നമ്മൾ അതിൽ കൂടുതലാവരുത് കേട്ടോ. അപ്പോൾ 1 ഇഞ്ചാണെങ്കിൽ 1 ഇഞ്ച്, അല്ല 1.25 ആണെങ്കിൽ 1.25, എത്രയാണോ നമ്മൾ തയ്യൽ തുമ്പ് വിട്ടിരിക്കുന്നത് അത് കറക്റ്റ് മാർക്ക് ചെയ്തെടുക്കുക. സ്ലിറ്റ് സ്റ്റാർട്ട് ആവണം അവിടെ തൊട്ടിട്ട് താഴെ വരെ നമ്മൾ ലാസ്റ്റ് പോയിൻ്റ് അടിക്കുമല്ലോ, അതുവരെ നമ്മൾ കറക്റ്റായിട്ട് എത്ര ഇഞ്ചാണോ തയ്യൽ തുമ്പ് വിട്ടിരിക്കുന്നത് അത് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇതേപോലെ തെറ്റരുത്. 1 ഇഞ്ചാണെങ്കിൽ 1 ഇഞ്ച്, 1.25 ആണെങ്കിൽ 1.25, കറക്റ്റ് താഴെ വരെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. 2 ക്ലോത്ത് ഒപ്പമാണെന്ന് നോക്കുക കേട്ടോ. കയറി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു വൃത്തി കിട്ടില്ല. അപ്പോൾ 2 ഒപ്പം വെച്ചിട്ട് നമ്മൾ സൂചി കുത്തി നിർത്തിയല്ലോ, അവിടെ നിന്ന് താഴെ വരെ ഈ നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റിൽ തന്നെ ലാസ്റ്റ് വരെ ഒന്ന് തുന്നിയെടുക്കുക. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ലാസ്റ്റും കെട്ടിടരുത് കേട്ടോ. നല്ല ലോങ് സ്റ്റിച്ചിൽ വെറുതെ അടിച്ചു വിടുക. പിന്നെ നമുക്ക് സ്റ്റിച്ച് നോർമലിൽ വെക്കുക കേട്ടോ. ചെറിയ സ്റ്റിച്ചിൽ നമ്മൾ എപ്പോഴും തുന്നണ സ്റ്റിച്ച് ഏതാണോ അതിൽ വെക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ആ ക്ലോത്ത് ഒന്ന് ഓപ്പൺ ചെയ്തിടുക. ഇതേപോലെ ഓപ്പൺ ചെയ്തിട്ടിട്ട് 2ആയിട്ട് ഇങ്ങനെ പിരിക്കുക കേട്ടോ. അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത തയ്യൽ തുമ്പുണ്ടാവുമല്ലോ, ഒരു പീസിന് അപ്പുറത്തും ഒരു പീസിന് ഇപ്പുറത്തും ആക്കിയിട്ട് അതിൽ ഒരു സൈഡിന് ഒരു ഫോൾഡ് ചെയ്തിട്ട് ഇതേപോലെ മടക്കി അടിക്കുക. ആദ്യം ഒന്ന് കെട്ടിട്ടെടുക്കുക. പിന്നെ വലിക്കരുത്. ലൈനിങ് മുകളിലേക്കോ താഴേക്കോ ആയി പോവാതെ കറക്റ്റ് നമ്മൾ എവിടേക്കാണോ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അവിടെ കറക്റ്റ് ലൈനിങ് വെക്കുക. താഴത്തെ ക്ലോത്തും മുകളിലത്തെയും ഒന്നും വലിക്കാതെ നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് ഫ്രീ ആയിട്ട് വിട്ടാൽ മതി. പിന്നെ താഴ്ഭാഗം വരുന്ന തുണി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതായത് അടിയിലൊന്നും ചുരുക്കമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് താഴെയും അതേപോലെ നല്ല വലിച്ചു കൊടുക്കുക. തുണിയൊന്നും കുടുങ്ങാതെ നോക്കുക. പിന്നെ നമ്മൾ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അതായത് കെട്ടിട്ട് നിർത്തുമല്ലോ ഫസ്റ്റ്, അവിടെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ അതിൻ്റെ മുകളിൽ ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ വിട്ടിട്ട് അവിടെ ഒന്ന് മാർക്ക് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മൾ 1/2 ഇഞ്ച് മുകളിലേക്ക് കയറ്റി മാർക്ക് ചെയ്തല്ലോ, അവിടെ എത്തുമ്പോൾ സൂചി ഒന്ന് കുത്തി നിർത്തുക. എന്നിട്ട് ക്ലോത്ത് ഒന്ന് തിരിച്ചിട്ട് നമ്മൾ ഇപ്പുറത്ത് തയ്യൽ തുമ്പ് വിട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതും നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ഫോൾഡ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ മാർക്ക് ചെയ്ത ലൈനിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുണി വലിച്ചാൽ മാർക്കിങ് മുകളിൽ കയറിപ്പോവും, പിന്നെ ഒരു വൃത്തി കിട്ടില്ല. എന്നിട്ട് പിന്നെ അതേപോലെ തുണിനെ തിരിച്ചിട്ട് നമ്മൾ ലാസ്റ്റ് നേരത്തെ എങ്ങനെ ചെയ്ത് അതേപോലെ ഇതും വലിക്കാതെ ലാസ്റ്റ് വരെ തുന്നിയെടുക്കുക. ഇതേപോലെ നല്ല ഫിനിഷിങ്ങിൽ വരണം കേട്ടോ, വലിവൊന്നുമില്ലാതെ. എന്നിട്ട് നമ്മൾ മടക്കി അടിക്കുന്നതിന് മുമ്പ് ലോങ് സ്റ്റിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ സ്റ്റിച്ചിനെ മെല്ലെ ഒന്ന് പിരിച്ചെടുക്കുക. കൈ കൊണ്ട് തന്നെ പിരിച്ചെടുത്താൽ മതിയിട്ട്, ആ കത്രിയൊന്നും ഉപയോഗിക്കരുത്, തുണി കീറിപ്പോവും. അപ്പോൾ അത് ഫുള്ളും ഒന്ന് പിരിച്ചെടുക്കുക. നമ്മൾ എപ്പോഴും സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ സ്ലിറ്റിൻ്റെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുമല്ലോ, അപ്പോൾ അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ ഈ നമ്മുടെ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നവിടെ ആ പോയിന്റിൽ അടിക്കാതെ ഒരു 1/2 ഇഞ്ച് മുകളിലേക്കായിട്ട് ഈ ഭാഗം അടിക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗം കീറിപ്പോവില്ല. അപ്പോൾ നല്ല വൃത്തിക്ക് തന്നെ നിൽക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കൂ.